കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം ഫോർത്ത് സെമസ്റ്റർ കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ അടുത്ത ക്ലാസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ ഫോർത്ത് മൊഡ്യൂൾ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനി എന്ന ചാപ്റ്ററിൽ അവസാന പാഠഭാഗമാണ്. ഇന്നത്തെ ടോപ്പിക്ക് സെബി ആൻഡ് സാറ്റ്. ഈ രണ്ട് ടോപ്പിക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്. ആദ്യമായിട്ട് സെബി. എന്താണ് സെബി? In 1988, the Security and Exchange Board of India was established by the Government of India through an executive resolution and was subsequently upgraded as a fully autonomous body, that is a statutory board, in the year 1992 with the passing of Security and Exchange Board of India Act on 30th January 1992. എന്താണ് സെബി എന്നുള്ള സ്ഥാപനം? 1988 ആദ്യമായിട്ട് സെബി രൂപീകൃതമാവുന്നത്. പിന്നീട് 1992 ജനുവരി 30 സെബി ആക്ട് പാസ്സാക്കിയത് മൂലം സെബി എന്നുള്ള സ്ഥാപനത്തിന് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. ഈ അപ്ഗ്രേഡേഷനിൽ സെബിക്ക് കൃത്യമായിട്ടുള്ള ഓട്ടോണമസും അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി പവറും വന്നു ചേർന്നു. 1992 സെബിക്ക് ലീഗൽ സ്റ്റാറ്റസ് കിട്ടിയത്. ഓക്കെ. ഇൻ place of government control, a statutory and autonomous regulatory board with a responsibility to cover both development and regulation of the market and independence power has been set up. സെബി എന്നുള്ളത് ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിനെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ അവരുടെ വികസനത്തിനും അതുപോലെ ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളുമുള്ള ഒരു ഓട്ടോണമസ് ബോഡിയാണ് സെബി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ മോണിറ്ററി കാര്യങ്ങൾ നോക്കുന്നത് റിസർവ് ബാങ്ക് ആണെങ്കിൽ ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിന് ആവശ്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫ്രെയിംവർക്ക് ചെയ്യുന്ന ഇന്ത്യയിലെ അപ്പെക്സ് അതോറിറ്റിയാണ് സെബി എന്നുള്ളത്. ഓക്കെ. അപ്പോൾ സെബിയുടെ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. 9 അംഗങ്ങളടങ്ങിയ ബോർഡാണ് സെബിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റികളുടെ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. ഈ 9 അംഗങ്ങളിൽ ദ ചെയർമാൻ ഈസ് നോമിനേറ്റഡ് ബൈ ദി യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഒരു ചെയർമാൻ ഉണ്ടാവും, ഇന്ത്യൻ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നതാണ്. 2 മെമ്പേഴ്സ്, ദാറ്റ് ഈസ് ഓഫീസേഴ്സ് ഫ്രം ദി യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററി. 2 മെമ്പർ അവരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററിയിൽ നിന്നാണ് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. അവിടെയുള്ള ഓഫീസേഴ്സ് ആയിരിക്കും. മൂന്നാമത്തേത് 1 മെമ്പർ ഫ്രം ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ ഒരു പ്രതിനിധി ഉണ്ടാവും. അതുപോലെ തന്നെ ദ റിമൈനിങ് 5 മെമ്പേഴ്സ് ആർ നോമിനേറ്റഡ് ബൈ ദി യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഔട്ട് ഓഫ് ദം അറ്റ്ലീസ്റ്റ് 3 ഷാൾ ബി ഹോൾ ടൈം മെമ്പേഴ്സ്. ബാക്കി വരുന്ന 5 അംഗങ്ങൾ അവരെ നോമിനേറ്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. ആ 5 അംഗങ്ങളിൽ 3 പേര് സ്ഥിര മെമ്പേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ 9 അംഗങ്ങളിലുള്ള ഒരു ചെയർമാനും 2 മെമ്പേഴ്സ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററിയിലെ ഫിനാൻസ് ആൻഡ് ലോ കൈകാര്യം ചെയ്യുന്ന ഓഫീസേഴ്സ് ആയിരിക്കും. ഒരു മെമ്പർ റിസർവ് ബാങ്കിൻ്റെതായിരിക്കും. ഓക്കെ. ദെൻ ബാക്കി 5 മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. ഇപ്പം നിലവിലുള്ള സെബിയുടെ ചെയർമാൻ്റെ പേര് അജയ് ത്യാഗിയാണ്. ഓക്കെ. അടുത്തത് ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ദി ബോർഡ് ആർ ആസ് ഫോളോസ്. എന്തൊക്കെയാണ് സെബിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്നുള്ളത്? ലക്ഷ്യങ്ങളെ നമുക്ക് 4 ആയിട്ട് വർഗീകരിക്കാം. ഒന്നാമത്തത് ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റീസ്. ഒന്നാമത്തത് ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റി. സെക്യൂരിറ്റി മാർക്കറ്റിലുള്ള നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തത് ടു പ്രൊമോട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ്. ഇന്ത്യയിലെ സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ വികസനം ആണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തത് ടു റെഗുലേറ്റ് ദ സെക്യൂരിറ്റി മാർക്കറ്റ്. ഇന്ത്യയിലെ സെക്യൂരിറ്റി മാർക്കറ്റുകളെ നിയന്ത്രിക്കുക എന്നുള്ളതും. അതേപോലെ തന്നെ ഫോർ മാറ്റേഴ്സ് കണക്റ്റഡ് ദെയർ വിത്ത് ഓർ ഇൻസിഡൻ്റൽ ദെയർ ടു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുകളിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അഥവാ സെക്യൂരിറ്റി മാർക്കറ്റുകളുടെ വികസനം, അതിൻ്റെ കൺട്രോളും, അതുപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സെബിയുടെ ലക്ഷ്യത്തിൽ വരുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ. അടുത്ത് ഫങ്ഷൻസ് ഓഫ് സെബി. എന്തൊക്കെയാണ് സെബിയുടെ പ്രവർത്തനങ്ങൾ, ധർമ്മങ്ങളെന്ന് നോക്കാം. സെബിയുടെ ഫങ്ഷൻസിനെ നമുക്ക് 2 ആയി തരംതിരിക്കാം. റെഗുലേറ്ററി ഫങ്ഷൻ എന്നും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഫങ്ഷൻ എന്നും. റെഗുലേറ്ററി ഫങ്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫങ്ഷൻ, നിയന്ത്രണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും. ഏതൊക്കെയാണ് റെഗുലേറ്ററി ഫങ്ഷൻസ് നോക്കാം. ഒന്നാമത്തേത് രജിസ്ട്രേഷൻ ഓഫ് ബ്രോക്കേഴ്സ് ആൻഡ് സബ് ബ്രോക്കേഴ്സ് ആൻഡ് അതർ പ്ലേയേഴ്സ് ഇൻ ദി മാർക്കറ്റ്. ഒന്നാമതായി റെഗുലേറ്ററി ഫങ്ഷനിൽ
നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് നേരിട്ട് പോയി ഷെയർ വാങ്ങാൻ പറ്റില്ല. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഇൻ്റർമീഡിയറി ഉണ്ടാവും. ഓക്കെ, അവരെ വിളിക്കുന്ന പേരാണ് ബ്രോക്കേഴ്സോ സബ് ബ്രോക്കേഴ്സോ അല്ലെങ്കിൽ മറ്റ് പ്ലേയേഴ്സുകൾ. മറ്റ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഈ ഇത്തരം ഇൻ്റർമീഡിയറികൾ. നമുക്ക് അവരെ കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ്, അതുപോലെ തന്നെ മർച്ചൻ്റ് ബാങ്കേഴ്സ്, അതുപോലെ തന്നെ അണ്ടർ റൈറ്റേഴ്സ്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ്, ഇങ്ങനെ പറയപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള ഇൻ്റർമീഡിയറികളെ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ്. അപ്പോൾ ഇത്തരം എല്ലാ ഇൻ്റർമീഡിയറികളെയും രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത് സെബിയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. രണ്ടാമത്തത് രജിസ്ട്രേഷൻ ഓഫ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ആൻഡ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടും അതുപോലെ തന്നെ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം അത്തരം ഏജൻസികളൊക്കെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുക. മൂന്നാമത് റെഗുലേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് അതർ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ, മർച്ചൻ്റ് ബാങ്ക് എക്സെട്ര. മർച്ചൻ്റ് ബാങ്ക്, അതുപോലെ തന്നെ സ്വയം നിയന്ത്രിത സ്ഥാപനങ്ങൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഇത്തരം ആളുകളെയൊക്കെ കൃത്യമായിട്ട് നിയന്ത്രിക്കുക എന്നുള്ളത് സെബിയുടെ ഫംഗ്ഷനാണ്. നാലാമത്തത് പ്രൊഹിബിഷൻ ഓഫ് ഓൾ ഫ്രോഡ്ലൻഡ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന അൺഫെയർ ആൻഡ് അണത്തിക്കലോ അല്ലെങ്കിൽ ഫ്രോഡ്ലൻഡോ ബിസിനസ്സുകളെ കൃത്യമായിട്ട് നിരോധിക്കുക എന്നുള്ളത് സെബിയുടെ ഫംഗ്ഷനാണ്. അതേപോലെ തന്നെ അഞ്ചാമത്തെ റെഗുലേറ്ററി ഫംഗ്ഷൻ കൺട്രോളിങ് ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് ടേക്ക് ഓവർ ബിഡ്സ് ആൻഡ് ഇമ്പോസിങ് പെനാൽറ്റി ഫോർ സച്ച് എ പ്രാക്ടീസ്. അകത്തുള്ള വ്യാപാരവും അതുപോലെ തന്നെ ടേക്ക് ഓവർ ബിഡ്സും കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫ്രെയിം വർക്ക് ചെയ്യുക. ദെൻ ഈ റൂൾസുകൾ തെറ്റിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള പെനാൽറ്റി, മോണിറ്ററി പെനാൽറ്റിയോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഷോർട്ട് ടേമിലേക്ക് വിഡ്രോ ചെയ്യുക, അത്തരത്തിലുള്ള സംവിധാനങ്ങളും എടുക്കുന്നത് സെബിയുടെ റെഗുലേറ്ററി ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പം ഇത്രയും 5 ഫങ്ഷൻസുകളാണുള്ളത്. ഈ ഇൻ്റർമീഡിയറികളെ ബ്രോക്കേഴ്സിന്, സബ് ബ്രോക്കേഴ്സും മറ്റ് പ്ലേയേഴ്സിനൊക്കെ മാർക്കറ്റിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്യുന്നു. കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം, മ്യൂച്വൽ ഫണ്ട് എന്നീ ഏജൻസികളെ രജിസ്ട്രേഷൻ ചെയ്യുന്നു. സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ, മർച്ചൻ്റ് ബാങ്ക് പോലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നു. ഫ്രോഡ്ലൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് നിരോധിക്കുന്നു. ഇൻസൈഡർ ട്രേഡിങ്, ടേക്ക് ഓവർ ബിഡ്സുകളൊക്കെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷനാണ്. ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഡെവലപ്മെൻറ്റ്, വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് സെബി ചെയ്യുന്നതെന്നുള്ള ഒന്ന് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷനാണ്. ഒന്നാമതായിട്ട് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ. സെക്യൂരിറ്റി മാർക്കറ്റിൽ ഷെയറിലോ അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റികളിലോ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് സെബിയുടെ ഒരു ഡെവലപ്മെൻറ്റ് ഫംഗ്ഷനാണ്. രണ്ടാമത്തെ ട്രെയിനിങ് ഓഫ് ഇൻ്റർമീഡിയറീസ്. ഇൻ്റർമീഡിയറിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരുപാട് ആളുകളുണ്ട്. ആരൊക്കെ? ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ് എന്ന് പറയപ്പെടുന്ന ഒരുപാട് വിഭാഗം ആളുകൾ ഇൻ്റർമീഡിയറി. ഇത്തരം ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് സെബിയുടെ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ്റെ ഭാഗമാണ്. മൂന്നാമത്തത് പ്രൊമോഷൻ ഓഫ് ഫെയർ പ്രാക്ടീസ് ആൻഡ് കോഡ് ഓഫ് കോണ്ടക്ട് ഫോർ ഓൾ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ. ഇതിന് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷന് പിന്നെ ഒരു നേരത്തെ നമ്മൾ ഒരു റെഗുലേറ്ററി ഫംഗ്ഷനിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അൺഫെയർ ട്രേഡ് പ്രാക്ടീസും ഫ്രോഡലന്റ് ട്രേഡ് പ്രാക്ടീസും കൃത്യമായിട്ട് പ്രൊഹിബിറ്റ് ചെയ്തിരുന്നു. അപ്പം അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഫെയർ പ്രാക്ടീസും കോഡ് ഓഫ്, അതുപോലെ തന്നെ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങളും നല്ല ബിസിനസ്സുകളെയും പ്രൊമോട്ട് ചെയ്യുന്നു സെബി. ദെൻ നാലാമത് കണ്ടക്ടിങ് റിസർച്ച് ആൻഡ് പബ്ലിഷിംഗ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ടു ഓൾ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. നാലാമതായിട്ട് സെബിയുടെ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഗവേഷണങ്ങൾ നടക്കുകയും അത്തരം ഗവേഷണങ്ങളിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാ മാർക്കറ്റേഴ്സിനും മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായ ഇൻഫർമേഷനുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് സെബിയുടെ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഫങ്ഷൻസ് പറഞ്ഞു, റെഗുലേറ്ററി ഫംഗ്ഷനും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷനും. ദ നെക്സ്റ്റ് ടോപ്പിക്ക് പവേഴ്സ് ഓഫ് സെബി. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനൊക്കെ സാധാരണ കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് സെബി. ഓക്കെ, എന്താണ് സെബിയുടെ അധികാരങ്ങളെന്ന് നോക്കാം. ഒന്നാമതായി പവേഴ്സ് റിലേറ്റിംഗ് ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒന്നാമതായിട്ട് പവേഴ്സ് റിലേറ്റിംഗ് ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഇൻ്റർമീഡിയറീസ് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇൻ്റർമീഡിയറി ആയിട്ടുള്ള സെബിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സെബി ഹാസ് എ വൈഡ് പവർ റിഗാർഡിംഗ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഇൻ്റർമീഡിയറീസ് ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ്
to ask the information from stock exchange and intermediaries regarding their business transaction and inspecting or scrutiny of other purpose. സെബിക്ക് ഏത് സമയത്തും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനോടോ ഇൻ്റർമീഡിയറ്റ്സിനോടോ എന്ത് വിവരങ്ങളും ആവശ്യപ്പെടാനും ആ ആവശ്യപ്പെട്ട പ്രകാരം കിട്ടുന്ന ഡോക്യുമെൻറ്റുകളെ കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്യാനുമുള്ള അധികാരം സെബിക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. രണ്ടാമത്തത് പവർ ടു ഇമ്പോസ് മോണിറ്ററി പെനാൽറ്റീസ്. SEBI has been empowered to impose monetary penalties on capital market intermediaries and other participants for a range of violation. It can even impose suspension for the registration for a short period. സെബിക്ക് അടുത്ത അധികാരം എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻ്റർമീഡിയറീസിനും അതുപോലെ തന്നെ മറ്റ് പാർട്ടിസിപ്പൻസിനും അവർ ഏതെങ്കിലും തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാൻ, അവർക്കുള്ള മോണിറ്ററി പെനാൽറ്റികൾ ഇമ്പോസ് ചെയ്യാനുള്ള അധികാരപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ അത്തരം സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ പിൻവലിക്കാനും, ഷോർട്ട് ടേം ആയിട്ടാണെങ്കിൽ പോലും പിൻവലിക്കാനുമുള്ള അധികാരം സെബിക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ദെൻ മൂന്നാമത്തത് പവേഴ്സ് ടു ഇനീഷ്യേറ്റ് ആക്ഷൻ ഈസ് ഫങ്ഷൻ അസൈഡ്. നമ്മൾ നേരത്തെ കുറേ ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. അത്തരം ഫങ്ഷൻസുകളൊക്കെ സെബിയുടെ ആ ഫങ്ഷൻസുകൾ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള അധികാരം ഈ സെബിക്ക് ഉണ്ട്. നാലാമത്തത് പവർ ടു റെഗുലേറ്റ് ഇൻസൈഡർ ട്രേഡിംഗ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ അകത്തുള്ള വ്യാപാരങ്ങൾ, ഇൻ്റർമീഡിയറികൾ തമ്മിൽ നടക്കുന്ന ഇൻസൈഡർ ട്രേഡിംഗ്, അതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതേപോലെ തന്നെ അഞ്ചാമത്തത് സെബി ഹാസ് പവർ ടു റെഗുലേറ്റ് ഇൻസൈഡർ ട്രേഡിംഗ് ഓർ ക്യാൻ റെഗുലേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് മർച്ചൻ്റ് ബാങ്കേഴ്സ്. മർച്ചൻ്റ് ബാങ്കേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെയൊക്കെ ബിസിനസ്സുകളെ കൃത്യമായിട്ട് നിയന്ത്രിക്കാനുള്ള അധികാരം സെബിക്കുണ്ട്. ആറാമത്തത് പവേഴ്സ് അണ്ടർ സെക്യൂരിറ്റി കോൺട്രാക്റ്റ് ആക്ട്. പവേഴ്സ് അണ്ടർ സെക്യൂരിറ്റീസ് കോൺട്രാക്ട്. For effective regulation of stock exchange, the Ministry of Finance issued a notification on 30th September 1994, delegation of several of its powers under the Security Contract Act to SEBI. SEBI is also empowered by the Finance Ministry to nominate the members on the governing body of every stock exchange. എന്താണെന്ന് പറഞ്ഞാൽ 1994 സെപ്റ്റംബർ 13 മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. എന്താ ഓർഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി കോൺട്രാക്റ്റ് ആക്ട് പ്രകാരമുള്ള ഒരുപാട് പവേഴ്സ് സെബിക്ക് ഡെലിഗേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി കോൺട്രാക്റ്റ് ആക്ടിൽ നിക്ഷിപ്തമായ പല അധികാരങ്ങളും വിനിയോഗിക്കാൻ സെബി എന്നുള്ള അപെക്സ് അതോറിറ്റിക്ക് അധികാരമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. 7th പോയിന്റ് പവർ ടു റെഗുലേറ്റ് ബിസിനസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ എല്ലാതരം പ്രവർത്തനങ്ങളെയും കൃത്യമായിട്ട് നിയന്ത്രിക്കാനുള്ള അധികാരം സെബിക്ക് ഉള്ളതാണ്. ഓക്കെ. അപ്പോൾ എന്താണ് സെബി എന്ന് പറഞ്ഞു, സെബിയുടെ മാനേജ്മെൻറ്റ് എന്താണ്, സെബിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ, റെഗുലേറ്ററിയും ഡെവലപ്മെൻറ്റ് ഫങ്ഷനും, അതുപോലെ തന്നെ സെബിയുടെ പവേഴ്സ്. അടുത്തതായി സാറ്റ്. എന്താണ് സാറ്റ്? സെക്യൂരിറ്റി അപ്പീലേറ്റ് ട്രൈബ്യൂണൽ. Security Appellate Tribunal is a statutory body established under the provisions of Section 15K of the Security and Exchange Board of India Act 1992 to hear and dispose of appeal against order passed by the Security and Exchange Board of India or by an adjudicating officer under the Act and to exercise jurisdiction, powers and authority conferred on the tribunal by or under this Act or any other law for the time being in force. എന്താണ് സാറ്റ്? സെബിക്ക് കീഴിലുള്ള അപ്പീലുകൾ കേൾക്കുന്നതിനും തീർപ്പാക്കുന്നതിനും 1992 സെബി ആക്ടിലെ സെക്ഷൻ 15K പ്രകാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സാറ്റ് എന്ന് പറയുന്നത്. സെബിക്ക് കീഴിലുള്ള അപ്പീലുകളൊക്കെ കേൾക്കുന്നതിനും അത് തീർപ്പാക്കുന്നതിനും 1992 സെബി ആക്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആക്ടിൻ്റെ കീഴിൽ വന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇത് രൂപീകരിച്ചത് സെബി ആക്ടിലെ 15K പ്രകാരമുള്ള സെക്ഷൻ പ്രകാരമാണ് സാറ്റ് രൂപീകൃതമായത്. ഓക്കെ. എന്തൊക്കെ സാറ്റിൻ്റെ കോമ്പോസിഷൻ നോക്കാം, അതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, സാറ്റ് എന്ന് പറയപ്പെടുന്ന ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ മാനേജ്മെൻറ്റ്. സാറ്റ് ഷാൾ കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. 3 അംഗങ്ങൾ അടങ്ങിയതാണ് ഈ സാറ്റിൻ്റെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. 1 പ്രിസൈഡിങ് ഓഫീസർ, 2 അതർ മെമ്പർ. ഒരു പ്രിസൈഡിങ് ഓഫീസർ, മറ്റ് 2 മെമ്പേഴ്സുണ്ട്. ഈ പ്രിസൈഡിങ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ കൺസൾട്ടേഷനോ അല്ല അദ്ദേഹത്തിൻ്റെ നോമിനിയോ ആയിരിക്കും ഈ പിന്നെ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഈ പ്രിസൈഡിങ് ഓഫീസർ എന്നുള്ളത്. ഓക്കെ.
അപ്പോൾ എന്തൊക്കെയാണ് ഈ സാറ്റ് എന്നുള്ള ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ പ്രധാനപ്പെട്ട പവേഴ്സ് എന്ന് നോക്കാം. ഒന്നാമത്തത് സമനിങ് ആൻഡ് എൻഫോഴ്സിങ് ദ അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ ആൻഡ് എക്സാമിനിങ് ഹിം ഓൺ ഓത്ത്. ഒന്നാമത്തെ ഏതൊരു വ്യക്തിക്കും സമൻസ് അയക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹാജർ ഉറപ്പ് വരുത്താനും ഈ സാറ്റ് എന്നുള്ള സ്ഥാപനത്തിന് അധികാരമുണ്ട്. രണ്ടാമത് റിക്വയറിങ് ദ ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെൻ്റ്, പിന്നെ ഡോക്യുമെൻറ്റുകൾ കണ്ടെത്താനും അവ ഹാജരാക്കാനും ആവശ്യപ്പെടാൻ സാറ്റിന് അധികാരമുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത് റിസീവിങ് എവിഡൻസ് ഓൺ അഫിഡവിറ്റ്, അഫിഡവിറ്റിന് മേലുള്ള തെളിവുകൾ സ്വീകരിക്കാൻ സാറ്റിന് അധികാരമുണ്ട്. അതുപോലെ തന്നെ ഇഷ്യൂയിങ് കമ്മീഷൻ ഫോർ ദ എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ഓർ ഡോക്യുമെൻസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൃക്സാക്ഷിയോ ഒക്കെ കൃത്യമായിട്ട് പരിശോധന നടത്താൻ കമ്മീഷനെ നിയോഗിക്കാനുള്ള അധികാരം സാറ്റിനുണ്ട് എന്നുള്ളതാണ്. റിവ്യൂയിങ് ഇറ്റ്സ് ഡിസിഷൻ, അവരുടെ തീരുമാനങ്ങൾ പുനർപരിശോധിക്കാനുള്ള അധികാരമുണ്ട്. ആറാമത്തത് ഡിസ്മിസ്സിങ് ഓൺ അപ്ലിക്കേഷൻ ഫോർ ഡിഫാൾട്ട് ഓർ ഡിസൈഡിങ് ഇറ്റ് എക്സ് പാർട്ടി, ഡിഫാൾട്ടായിട്ട് വരുന്ന അപേക്ഷകൾ നിരസിക്കാനോ അതല്ലെങ്കിൽ അത് എക്സ് പാർട്ടി ആയിട്ട് തീരുമാനിക്കാനോ ഉള്ള അധികാരം സാറ്റിനുണ്ട്. സെവൻത് സെറ്റിംഗ് അസൈഡ് എനി ഓർഡർ ഓഫ് ഡിസ്മിസൽ ഓഫ് എനി അപ്ലിക്കേഷൻ ഫോർ ഡിഫാൾട്ട് ഓർ എനി ഓർഡർ പാസ്ഡ് ബൈ ആൻ എക്സ് പാർട്ടി, ഡിഫാൾട്ടായിട്ട് വന്ന അപേക്ഷ നിരസിച്ച ഓർഡറോ അതല്ലെങ്കിൽ അതിനെ എക്സ് പാർട്ടി ആയിട്ട് തീരുമാനിച്ചോ ചെയ്തിരിക്കുന്ന ആ കണ്ടൻറ്റിനെ അത്തരം ഓർഡറുകളെ മാറ്റിവെക്കാനുള്ള അധികാരവും സാറ്റിനുണ്ട് എന്നുള്ളതാണ്. എട്ടാമത്തത് എനി അതർ മാറ്റേഴ്സ് വിച്ച് മേ ബി പ്രിസ്ക്രൈബ്ഡ്, ബാക്കി ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇതേപോലുള്ള അധികാരങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥാപനമാണ് സാറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സെബിൻ്റെ കീഴിലുള്ളതാണ്. അവിടെ വരുന്ന അപ്പീലുകളൊക്കെ തീർപ്പാക്കുന്ന ഒരു ട്രൈബ്യൂണലാണ്, ഒരു കോടതിയാണ്. ഈ കോടതിയുടെ പ്രധാനപ്പെട്ട പവേഴ്സാണ് നമ്മൾ പറഞ്ഞത്. അതിൽ 3 അംഗ മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, മാനേജ്മെൻ്റ് ആയിരിക്കും ഇതിൻ്റെ നടത്തിപ്പ് എന്നുള്ളത്. ഓക്കെ, ഇതോടുകൂടി 4th സെമസ്റ്റർ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനി എന്നുള്ള പാഠഭാഗം കഴിഞ്ഞിരിക്കുന്നു. ആദ്യ ഭാഗം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, ഇത് 2ാമത്തെ പാർട്ടാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത 5th മൊഡ്യൂളുമായി അടുത്ത ദിവസം നമുക്ക് കാണാം. ഓക്കെ.